ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഈ ഒരു പേപ്പർ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു ബേസിക് അക്കൗണ്ടിങ് റിലേറ്റഡ് പേപ്പറാണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മറ്റു പേപ്പറിന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ പ്രാധാന്യം ഈ ഒരു പേപ്പറിന് നൽകി പഠിക്കുക. എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു പേപ്പറിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും നിങ്ങളുടെ സിലബസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റയാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഫിനാൻഷ്യൽ ഡാറ്റ എന്നതാണ്. നമ്മുടെ പേപ്പറിൻ്റെ പേരിനെ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫിനാൻഷ്യൽ ഡാറ്റ റെഫേഴ്സ് ടു ദി നമ്പേഴ്സ് and information relating to a business financial activities. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനെ പറഞ്ഞ പേരാണെന്ത്? ഫിനാൻഷ്യൽ ഡാറ്റ. ഒരു ബിസിനസ്സിൽ ഒരുപാട് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡീറ്റെയിൽസ് അബൌട്ട് ഇൻകം, എക്സ്പെൻസസ്, പ്രോഫിറ്റ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇത് എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആവാം? ആ സ്ഥാപനത്തിൻ്റെ ഇൻകം, വരുമാനത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആവാം. അല്ലെങ്കിൽ എക്സ്പെൻസസ്, ചെലവുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആവാം. അല്ലെങ്കിൽ പ്രോഫിറ്റ്, ലാഭത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആവാം. അല്ലെങ്കിൽ അസറ്റ്, എത്രമാത്രം അസറ്റ് ആ സ്ഥാപനത്തിനുണ്ട് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആവാം. അല്ലെങ്കിൽ ലയബിലിറ്റീസ്, എത്രമാത്രം ബാധ്യതകൾ, അല്ലേ, കടക്ക് ആ സ്ഥാപനം കൊടുത്തു തീർക്കാണ്ട്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അത്തരം ഇൻഫർമേഷൻ നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. ദിസ് ഡാറ്റ ഹെൽപ്സ് ബിസിനസ് അണ്ടർസ്റ്റാൻഡ് ദെയർ ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. ഇത്തരം ഫിനാൻഷ്യൽ ഡാറ്റകൾ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത്, അതായത് ഫിനാൻഷ്യൽ കപ്പാസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അളക്കാൻ കഴിയും. അതുപോലെ തന്നെ അവർക്ക് ഇൻഫോംഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും എന്ത് സഹായിക്കും? ഫിനാൻഷ്യൽ ഡാറ്റ സഹായിക്കും. അപ്പോൾ ഒരു ബിസിനസ്സിലെ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൻ്റെ ഇൻഫർമേഷനെ പറഞ്ഞ പേരാണത് ഫിനാൻഷ്യൽ ഡാറ്റ. ഇനി നമുക്ക് സിലബസിൽ പ്രധാനമായിട്ടും വരുന്നത് 5 ടേമുകളാണ്. ആ 5 ടേമുകളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന് എക്സ്പെൻസാണ്, മറ്റൊന്ന് ഇൻകാണ്, മറ്റൊന്ന് കോസ്റ്റാണ്, മറ്റൊന്ന് പ്രോഫിറ്റാണ്, മറ്റൊന്ന് റവന്യൂ ആണ്. ഈ 5 ടേമുകളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെയൊക്കെ നേച്ചർ, സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ ടൈപ്സ്, ഇത്രയും ഭാഗങ്ങളാണ് ഇനി സിലബസിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് എക്സ്പെൻസ് നോക്കാം. എക്സ്പെൻസിനോട് അർത്ഥമാക്കുന്നത് ആൻ എക്സ്പെൻസ് ഈസ് ദി കോസ്റ്റ് ഇൻക്വേർഡ് ബൈ എ ബിസിനസ് ടു ഏൺ റവന്യൂ ഓർ ഓപ്പറേറ്റ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ്, അല്ലേ, റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ചെലവാക്കിയ കോസ്റ്റിനെ പറഞ്ഞ പേരാണത് എക്സ്പെൻസസ്. ഇതാണ് എക്സ്പെൻസ് ഈസ് ദി കോസ്റ്റാണ്, ചെലവാണ്. ഇൻക്വേർഡ് ബൈ എ ബിസിനസ്, ഒരു ബിസിനസ് ചെലവാക്കിയ ചെലവാണെന്ത്? എക്സ്പെൻസ്. എന്തിനു വേണ്ടിയാണ്? ടു ഏൺ റവന്യൂ. ആ ബിസിനസ് എന്തുണ്ടാക്കണം? റവന്യൂ ഉണ്ടാക്കണം. അപ്പോൾ ഒരു ബിസിനസ് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചെലവാക്കിയ കോസ്റ്റിന് പറഞ്ഞ പേരാണത് എക്സ്പെൻസ്. എല്ലാവർക്കും അറിയുന്ന ടേമാണ്. നമ്മൾ, അല്ലേ, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ടേമാണിത് എക്സ്പെൻസ്. മറ്റൊരു മീനിങ് പറഞ്ഞു വെച്ചാൽ എക്സ്പെൻസ് ഈസ് ദി കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ദാറ്റ് എ കമ്പനി ഇൻക്വയർ ജനറേറ്റ് റവന്യൂ. അപ്പോൾ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി
ഒരു ബിസിനസ് സ്ഥാപനം ചിലവാക്കുന്ന എമൗണ്ട് അല്ലേ, ചിലവാക്കുന്നതാണെന്ത് എക്സ്പെൻസ്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ എക്സ്പെൻസ് പറഞ്ഞാൽ കോസ്റ്റാണ്. എന്തിനു വേണ്ടിയാണ് ചിലവാക്കുന്നത്? റവന്യൂ നേടാൻ വേണ്ടിയാണ്. അത്രമാത്രം മനസ്സിലാക്കുക. ഇനി ഇവിടെ ടോപ്പിക്കായിട്ട് വരുന്നത് എക്സ്പെൻസിൻ്റെ നേച്ചറാണ്. ജസ്റ്റ് പോയിന്റുകൾ അറിഞ്ഞാൽ മതി, വലിയ ടോപ്പിക്കൊന്നല്ല. അപ്പോൾ ജസ്റ്റ് ഓരോ നേച്ചറും എന്താണെന്ന് മനസ്സിലാക്കുക. ഒന്ന് അല്ലേ, എക്സ്പെൻസിൻ്റെ നേച്ചർ എന്താണ്? കോസ്റ്റാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് കോസ്റ്റ് ചിലവാക്കുന്നത്? റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ചിലവാക്കുന്ന കോസ്റ്റാണെന്ത് എക്സ്പെൻസ്. ദെൻ പീരിയോഡിക് ഒക്കേൺസ് ആണ്. ഇത് ഓരോ ടൈമിലും, അതായത് ഇപ്പോൾ മന്ത്ലി ആണെങ്കിലോ ഇയർലി ആണെങ്കിലൊക്കെ എന്ത് വരും? ഈ ഒരു കോസ്റ്റ് വരും. ദെൻ നെസസറി ഫോർ ഓപ്പറേഷൻ അല്ലെ, ഒരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ എക്സ്പെൻസസ് നമ്മൾ ചിലവാക്കണം. എന്നിരുന്നാലും നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയുള്ളൂ? റവന്യൂ ഏൺ ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഘടകമാണെന്ത് എക്സ്പെൻസ്. ദെൻ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് നമുക്ക് പറയാം. ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, പല അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? എക്സ്പെൻസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. എന്ത് നേടാൻ വേണ്ടിയാണ് നമ്മൾ ചിലവാക്കുന്ന കോസ്റ്റാണ്? റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രീസ് ഓണേഴ്സ് ഇക്വിറ്റി കുറക്കുന്നു. അപ്പോൾ ഓണേഴ്സിൻ്റെ ഇക്വിറ്റി കുറക്കും. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി നേച്ചറൊക്കെ. ആ പോയിന്റ് മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഇനി ഇവിടെ വരുന്ന ടോപ്പിക്കാണ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് എക്സ്പെൻസസ്. ഇവിടെ ഒരു 4 ടൈപ്സ് ഓഫ് എക്സ്പെൻസ് വരുന്നുണ്ട്. ഒന്നാണ് പേഴ്സണൽ എക്സ്പെൻസ്, എല്ലാവർക്കും അറിയാം. ദീസ് ആർ മണി സ്പെൻഡ് ബൈ ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വലും ചിലവാക്കിയ മണിയാണെന്ത് പേഴ്സണൽ എക്സ്പെൻസ്. എന്തിനു വേണ്ടിയാണ്? ഫോർ ദെയർ ലിവിങ് നീഡ്സ്. നമ്മളൊക്കെ നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പല പണവും ചിലവാക്കുന്നത്. അത്തരം എക്സ്പെൻസിന് പറഞ്ഞ പേരാണിത് പേഴ്സണൽ എക്സ്പെൻസ്. എന്തൊക്കെ ആവാം? എക്സാമ്പിളാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഗ്രോസറീസ് അല്ലേ, പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരുപാട് പൈസ നമ്മൾ ദൈനംദിനം ചിലവാക്കുന്നുണ്ട്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനിനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ ചിലവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്, ടൂറ് പോകുക അല്ലെങ്കിൽ സിനിമ കാണാൻ പോവുക, അത്തരം എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസും ആരുടെ എക്സ്പെൻസാണ്? ഒരു പേഴ്സണൽ എക്സ്പെൻസാണ്. അപ്പോൾ ഒരു വ്യക്തി ചിലവാക്കുന്ന എക്സ്പെൻസാണെന്ത് പേഴ്സണൽ എക്സ്പെൻസ്. അത്ര മാത്രം മനസ്സിലാക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് ഗ്രോസറീസ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് വരുന്നത് ബിസിനസ് എക്സ്പെൻസ് ആണ്. ദീസ് ആർ ദി കോസ്റ്റ് ഇൻക്ലൂഡ് ബൈ ബിസിനസ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ. ഒരു ബിസിനസ് അവരുടെ ഓപ്പറേഷൻ അല്ലെ, ബിസിനസ് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തിന് ചിലവാക്കുന്ന കോസ്റ്റിനെ പറഞ്ഞ പേരാണിത് ബിസിനസ് എക്സ്പെൻസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് ഒരു ഗുഡ്സ് വിൽക്കണം. ആ ഗുഡ്സ് വിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ചിലവുകൾ അവിടെ വരും. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരും. അത്തരം ചിലവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഒരു ഗുഡ്സ് വിൽക്കാൻ വേണ്ടി വരുന്ന ചിലവ്. നെക്സ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അല്ലേ, അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയുള്ള ചിലവ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ഒരു ഗുഡ്സ് എന്ത് ചെയ്യണം? മാർക്കറ്റിലേക്ക് എത്തിക്കണം. അത്ര മാർക്കറ്റിങ്ങിൻ്റെ എക്സ്പെൻസ്. അപ്പോൾ ബിസിനസ് എക്സ്പെൻസ് പറഞ്ഞാൽ ഒരു ബിസിനസ് അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻസാണ്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻസ്. ക്യാപിറ്റൽ എക്സ്പെൻസ് റെപ്രസെൻറ്റ് ലാർജ് പർച്ചേസ് ദാറ്റ് പ്രൊവൈഡ് ബെനിഫിറ്റ് ഓവർ ലോങ് പീരിയഡ്. അതായത് ലാർജ് ആയിട്ട് ഒരു ബിസിനസ്സിന് ഒരുപാട് കാലം നിൽക്കുന്ന പല കാര്യങ്ങളും നീണ്ടുവരും, പർച്ചേസ് ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്ന എക്സ്പെൻസിന് പറഞ്ഞ പേരാണിത് ക്യാപിറ്റൽ എക്സ്പെൻസസ്. അതായത് ഒരു ബിസിനസ്സിന് പുറത്തേക്കണമെങ്കിൽ മെഷീനറി വേണം അല്ലേ, ആ ബിസിനസ്സിന് ബിൽഡിങ് വേണം, ഇനി ചിലപ്പോൾ ലാൻഡ് വേണ്ടി വരും, മറ്റു അസറ്റുകൾ വേണ്ടി വരും. അപ്പോൾ ഒരു ബിസിനസ് അവരുടെ ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ചിലവാക്കുന്ന ഇതാണെന്ത് ക്യാപിറ്റൽ എക്സ്പെൻസ്. നെക്സ്റ്റാണ് കറണ്ട് എക്സ്പെൻസ്. ദീസ് ആർ ഷോർട്ട് ടേം കോസ്റ്റ് ദാറ്റ് ആർ ഫുള്ളി കൺസ്യൂംഡ് വിത്ത് 1 ഇയർ. ഒറ്റ വർഷത്തിനുള്ളിൽ എല്ലാ രീതിയിലുള്ള എന്ത് ചെയ്യും? അതവർ കൺസ്യൂം ചെയ്യും.
അതായത് ഇപ്പോൾ റെൻ്റൊക്കെ അല്ലേ, മന്ത്ലി റെൻ്റൊക്കെ എന്ത് ചെയ്യും, ആ കറണ്ട് പീരീഡാണ്, ഷോർട്ട് ടേം ആണ്. അപ്പോൾ 4 എക്സ്പെൻസാണ് പറഞ്ഞത്. ഒന്ന് പേഴ്സണൽ എക്സ്പെൻസ്, സാധാരണ ജീവിക്കാൻ നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻസാണിത്. ഓരോ ഇൻഡിവിജ്വൽസും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചിലവാക്കുന്നതാണ് പേഴ്സണൽ എക്സ്പെൻസ്. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷന് വേണ്ടി ചിലവാക്കുന്നതാണ് ബിസിനസ് എക്സ്പെൻസ്. ക്യാപിറ്റൽ എക്സ്പെൻസ് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ്, അതായത് അസറ്റുകൾ. ബിസിനസ്സിന് എന്ത് വേണം, ചിലപ്പോൾ കാർ വാങ്ങിച്ചിട്ടും അല്ലെങ്കിൽ മെഷീനറി വാങ്ങിച്ചിട്ടും ലോങ് ടേമിലേക്കുള്ള അസറ്റുകൾ വാങ്ങാൻ വേണ്ടി ചിലവാക്കുന്നതാണെന്ത്, ക്യാപിറ്റൽ എക്സ്പെൻസസ്. ദെൻ കറണ്ട് എക്സ്പെൻസ്, ഷോർട്ട് ടേം നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചിലവാക്കുന്ന ചിലവാണെന്ത്, കറണ്ട് എക്സ്പെൻസ്. അപ്പോൾ 4 ടൈപ്സും എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ്. ജസ്റ്റ് നോക്കിയാൽ മതി. എക്സ്പെൻസിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്, ഫസ്റ്റ് വരുന്നത് ബജറ്റിംഗ് ആണ് അല്ലേ. ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫിനാൻഷ്യൽ പ്ലാനാണ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കാൻ കഴിയും. ദെൻ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് അല്ലേ, എക്സ്പെൻസ് എത്രമാത്രം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ പ്രോഫിറ്റ് എത്ര കിട്ടും അല്ലേ, എത്രമാത്രം ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നറിയും അല്ലേ. എക്സ്പെൻസും പ്രോഫിറ്റും എന്താണ്, ഡിപ്പെൻഡാണ്. എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൂട്ടാം, പ്രോഫിറ്റ് കൂട്ടാം. ദെൻ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും അല്ലെ, ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ ഇത്ര എക്സ്പെൻസ് വരും എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ദെൻ ഫിനാൻഷ്യൽ ഹെൽത്ത്, ഒരു സ്ഥാപനം എത്രമാത്രം ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട് എന്നത് അറിയാനും എന്ത് സഹായിക്കും, എക്സ്പെൻസ് സഹായിക്കും. ദെൻ ടാക്സ് ഇംപ്ലിക്കേഷന്, അപ്പോൾ എത്രമാത്രം ടാക്സ് വരും എന്ന കാര്യങ്ങളൊക്കെ, എങ്ങനെ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ എക്സ്പെൻസ് അയക്കും. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പറഞ്ഞത്. അതിൽ എന്താണ് എക്സ്പെൻസ് പറഞ്ഞു, അതിൻ്റെ നേച്ചർ. അപ്പോൾ എക്സ്പെൻസിൻ്റെ മീനിങ് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക, നേച്ചറൊക്കെ പോയിൻ്റ് മാത്രം മനസ്സിലാക്കുക. ദെൻ ടൈപ്സ്, ദെൻ സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ് വരുന്ന ടേമാണ് ഇൻകം. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ പറഞ്ഞു എക്സ്പെൻസ്, മറ്റൊരു ഫിനാൻഷ്യൽ ഡാറ്റയാണത് ഇൻകം. ഇൻകം എല്ലാവർക്കും അറിയാം അല്ലേ, വരുമാനം എന്ന് പറയും. ഇൻകം ഈസ് ദി മണി എ ബിസിനസ് ഏൺ ഫ്രം ഇറ്റ്സ് ഓപ്പറേഷൻ ആൻഡ് അതർ ആക്ടിവിറ്റീസ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. ഒരു കാലയളവിൽ ഒരു സ്ഥാപനം നേടിയ വരുമാനത്തെ പറഞ്ഞ പേരാണത് ഇൻകം. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഒരു സ്ഥാപനം ഏൺ ചെയ്ത, അവരുടെ ബിസിനസ്സിൽ നിന്ന് ഏൺ ചെയ്ത വരുമാനമാണെന്ത്, ഇൻകം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ഇവിടെ നമ്മൾ എക്സ്പെൻസ് പറഞ്ഞ പോലെ ഇവിടെയും നേച്ചർ ജസ്റ്റ് പോയിൻ്റ് അറിഞ്ഞാൽ മതി. ഇൻകത്തിൽ എന്തുണ്ട്, മോണിറ്ററി വാല്യൂ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ സോഴ്സ് വെറൈറ്റി സോഴ്സ് നമുക്ക് ഇൻകം കിട്ടും. ദെൻ റിക്വയറിങ് ആണ്, പെട്ടെന്നാണ്. ടാക്സബിൾ ആണ്, ആക്റ്റീവ് ആൻഡ് പാസീവ് ആണ്. ഇമ്പാക്റ്റ് ഓൺ ഫിനാൻഷ്യൽ ഹെൽത്തിനെ ഇമ്പാക്റ്റ് ചെയ്യും. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യലാണ്, റിക്വയർഡ് ഫോർ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയിൻ്റ് വായിച്ചു പോയാൽ മതി. നമുക്ക് ഒരുപാട് ഏരിയാസ് വായിക്കാണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ചോദ്യം വന്നിട്ടില്ല. ചിലപ്പോൾ ചോദ്യം വന്നാൽ എങ്ങനെ എഴുതാം, ജസ്റ്റ് പോയിൻ്റ് മാത്രം എല്ലാവരും പഠിക്കാം. നെക്സ്റ്റ് ഇവിടെ വരുന്നത് ഇൻകത്തിൻ്റെ ടൈപ്സാണ്. ഇവിടെ നമുക്ക് ഒരു 4 ടൈപ്സ് ഓഫ് ഇൻകംസ് ഉണ്ട്. അതിലൊന്നാണ് പേഴ്സണൽ ഇൻകം. നമ്മൾ പേഴ്സണൽ എക്സ്പെൻസ് പറഞ്ഞിരുന്നു അല്ലേ. ഒരു വ്യക്തി ജീവിക്കാൻ വേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻസ് ആണെന്ത്, പേഴ്സണൽ എക്സ്പെൻസ്. ഇവിടെ പേഴ്സണൽ ഇൻകത്തേക്ക് എത്തുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് സാലറീസ് ആവാം, വേജ് ആവാം, ബോണസ് ആവാം, പെൻഷൻ ആവാം ആൻഡ് ബെനിഫിറ്റ്. അപ്പോൾ ഒരു വ്യക്തി ജോലി ചെയ്താൽ കിട്ടുന്ന സാലറി അല്ലെങ്കിൽ കൂലി എന്ന് പറയും, വേജ്. ഒരു ഡേ ആണെങ്കിൽ നമ്മൾ എന്താക്കാരം, വേജ് ആക്കാരം. മന്ത്ലി ആണ് എന്താക്കാരം, സാലറി ആക്കാരം. ദെൻ ബോണസ്, അതുപോലെ തന്നെ പെൻഷൻ. റിട്ടയർമെൻറ്റിന് ശേഷമാണ് നമുക്ക് പെൻഷൻ കിട്ടുക, മറ്റു ബെനിഫിറ്റുകളൊക്കെ. അപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റാണെന്ത്, പേഴ്സണൽ ഇൻകം. ദെൻ ബിസിനസ് ഇൻകം. ഒന്നുമില്ല, ഒരു ബിസിനസ് നേടുന്ന ഇൻകമാണെന്ത്, ബിസിനസ് ഇൻകം.
ദിസ് ഇൻക്ലൂഡ് സെയിൽസ് റവന്യൂ, അല്ലെ സാധനങ്ങൾ വിറ്റാൽ കിട്ടുന്ന വരുമാനം, സർവീസ് ഫീസ് സാധനം സർവീസ് ചെയ്ത അപ്പോൾ കിട്ടുന്ന ഫീസുകൾ, ആൻഡ് അതർ ഇൻകം റിലേറ്റിംഗ് ടു ബിസിനസ് ഓപ്പറേഷൻ. ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ, നമ്മളൊരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്യുന്നു, അപ്പോൾ ഒരുപാട് വരുമാനം കിട്ടുന്നു. അത്തരം വരുമാനത്തെ എന്ത് പറയുന്നത്? ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം. ദിസ് ക്യാൻ ബി ഇൻക്ലൂഡ് ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഷെയറിലോ അല്ലെങ്കിൽ ഡിബെഞ്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഇൻകമാണെന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം. അതിൽ ഷെയറിൽ നിന്നാണ് നമുക്ക് ഡിവിഡൻറ്റ് കിട്ടുക, ഡിബെഞ്ചറിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. ദെൻ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ അസറ്റാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിന് എന്ത് കിട്ടും? ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. നെക്സ്റ്റ് ഇങ്ങനെ ടൈപ്സാണ് ക്യാപിറ്റൽ ഗെയിൻ. പ്രോഫിറ്റ് മെയ്ഡ് ഫ്രം സെല്ലിംഗ് ഓഫ് ആൻ അസറ്റ്. നമ്മളെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, ആ അസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ഇൻകാണെന്ന് ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കാറുണ്ട്, ഞാൻ ആ കാറ് വിൽക്കുകയാണ്, അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻകത്തിന് പറഞ്ഞ പേരാണെന്ത്? ക്യാപിറ്റൽ ഗെയിൻ. ദെൻ ഒരു ഇൻകത്തിൻ്റെ ടൈപ്സും കൂടി ഇവിടെ പറയുന്നുണ്ട്, റിട്ടയർമെൻറ്റ് ഇൻകം. നമ്മൾ ഒരു ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന ഇൻകമാണത് റിട്ടയർമെൻറ്റ് ഇൻകം. എല്ലാവർക്കും അറിയാണ്, നമ്മളിപ്പോൾ സർക്കാർ ജോലിയിലൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് കിട്ടും. ഇതിനെയൊക്കെ എന്ത് പറയുന്നത്? നമ്മൾ റിട്ടയർമെൻറ്റ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകം, വ്യക്തി കിട്ടുന്ന ഇൻകമാണ് പേഴ്സണൽ ഇൻകം. ഒരു ബിസിനസ് ഓപ്പറേഷനിലൂടെ കിട്ടുന്ന ഇൻകമാണ് ബിസിനസ് ഇൻകം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഇൻകമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ഇൻകമാണ് ക്യാപിറ്റൽ ഗെയിൻ. ദെൻ റിട്ടയർമെൻറ്റ് ഇൻകം, നമ്മൾ ജോലിയിൽ നിന്ന് റിട്ടയർമെൻറ്റ് ശേഷം ലഭിക്കുന്ന ഇൻകമാണെന്ത്? റിട്ടയർമെൻറ്റ് ഇൻകം. അപ്പോൾ ഓരോ ഇൻകംസും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻകം. ജസ്റ്റ് പോയിൻ്റ് മനസ്സിലാക്കിയാൽ മതി, വലിയ പ്രധാനപ്പെട്ട ടോപ്പിക്കൊന്നും അല്ല. അപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻസ് ഫസ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഇൻകമാണല്ല. ദെൻ ബജറ്റിംഗ് ആൻഡ് പ്ലാനിങ്ങിന് സഹായിക്കും, വെൽത്ത് ബിൽഡിങ്ങിന് സഹായിക്കും, എക്കണോമിക് കോൺട്രിബ്യൂഷൻസ്, സമ്പത്ത് എങ്ങനെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ടാക്സ് ഒബ്ലിഗേഷൻ, ടാക്സ് എങ്ങനെ നമ്മൾ ആ കടമ ഒബ്ലിഗേറ്റ് ചെയ്യും, ടാക്സ് ഇങ്ങനെ കൊടുക്കാനൊക്കെ കൃത്യമായിട്ട് കഴിയും. ദെൻ അസസ് ടു ക്രെഡിറ്റ്, ക്രെഡിറ്റ് വിലയിരുത്താൻ കഴിയും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ രണ്ട് ടേം പറഞ്ഞു. ഫസ്റ്റ് ടേം എക്സ്പെൻസ് പറഞ്ഞു, സെക്കൻഡ് ഇൻകം പറഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ്. എല്ലാവർക്കും അറിയാം, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭമാണ്. നമ്മളൊരു ബിസിനസ് വർക്ക് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് പറഞ്ഞ പേരാണെന്ത്? പ്രോഫിറ്റ്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു സാധനം വിറ്റു, അല്ലേ? പ്രോഫിറ്റ് വിറ്റു. ആ വിൽക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് കഴിച്ചതിന് ശേഷമാണെന്ത് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഈസ് ദി ഫിനാൻഷ്യൽ ഗെയിൻ എ ബിസിനസ് മേക്ക് വെൻ റവന്യൂ എക്സീഡ് എക്സ്പെൻസ്, അല്ലേ? റവന്യൂ എന്ത് ചെയ്യാണ്? റവന്യൂ എക്സ്പെൻസിനേക്കാൾ കൂടുമ്പോഴാണ് എന്ത് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു 500 രൂപയുടെ സാധനം, നമ്മൾ വാങ്ങിയ സാധനം അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻസ് വന്ന സാധനം നമ്മൾ 800 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഒരു 300 രൂപ, അല്ലേ, പ്രോഫിറ്റാണ്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ്? ഈസ് ദി ഫിനാൻഷ്യൽ ഗെയിൻ എ ബിസിനസ് മേക്ക് വെൻ റവന്യൂ എക്സീഡ് എക്സ്പെൻസ്. റവന്യൂ എക്സ്പെൻസിനേക്കാൾ കൂടുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ഇവിടെ പ്രോഫിറ്റിൻ്റെ ടൈപ്സ്, ഇവിടെ 3 പ്രോഫിറ്റാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഫൈനൽ അക്കൗണ്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ഭാഗം ഫൈനൽ അക്കൗണ്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും, ആ ഭാഗം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇവിടെ എന്ത് മനസ്സിലാക്കുക?
സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂവിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കും. നെക്സ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ദെൻ നെറ്റ് പ്രോഫിറ്റ്. ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് ചെയ്യാനുണ്ട്. ആ ഭാഗത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വരും. ജസ്റ്റ് ഇക്വേഷൻ മനസ്സിലാക്കാം. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറക്കണമാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറക്കണമാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസസ് കുറക്കുന്നതാണ്. ആ കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കുക. ദെൻ പ്രോഫിറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് ജസ്റ്റ് വായിച്ച് പോയാൽ മതി. ഫസ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അല്ലെ, ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് പ്രോഫിറ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അല്ലെ, നല്ലവണ്ണം പ്രോഫിറ്റ് എന്തുണ്ടാവും? നല്ലവണ്ണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ദെൻ റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഏതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് അറിയാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ജോബ് ക്രിയേഷൻ ചെയ്യാൻ സഹായിക്കും. എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, അല്ലേ, ഏത് എക്കണോമിക് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, എക്കണോമിക് ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ അറിയാൻ സഹായിക്കും. അതുപോലെ തന്നെ റിവാർഡ് ഫോർ റിസ്ക് എന്നുള്ള റിവാർഡാണ്, അല്ലേ, നമുക്ക് റിസ്ക് എന്ന് കിട്ടുന്ന റിവാർഡാണ് എന്ത്? പ്രോഫിറ്റ് വേണം നമുക്ക്. ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ബെഡാണ് എന്ത്? പ്രോഫിറ്റ്. ദെൻ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിലും പ്രോഫിറ്റ് വേണം. അപ്പോൾ ജസ്റ്റ് ഈ പോയിൻ്റൊക്കെ വായിക്കുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ടേമും കൃത്യമായിട്ട് അറിയുക, അതിൻ്റെ ടൈപ്സും കൃത്യമായിട്ട് അറിയുക. ബാക്കിലൊക്കെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. എല്ലാം കുറേയൊക്കെ സെയിം പോയിന്റുകളാണ്, സിഗ്നിഫിക്കൻസ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടേമാണ് കോസ്റ്റ്. കോസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്, കോസ്റ്റ് റെഫേഴ്സ് ടു ദി എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ബൈ എ ബിസിനസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസ്. അതായത് നമ്മൾ എക്സ്പെൻസ് പറഞ്ഞിരുന്നു. എക്സ്പെൻസും കോസ്റ്റും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കോസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ബൈ എ ബിസിനസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസ്, അല്ലേ, ഒരു ഗുഡ്സോ അല്ലെങ്കിൽ ഒരു സേവനമോ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻസാണെന്ത്? കോസ്റ്റ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, ആ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വന്ന ചിലവാണെന്ത്? കോസ്റ്റ്. എക്സ്പെൻസ് അതല്ല, നമ്മൾ ഒരു ബിസിനസ്സിൽ വരുന്ന എല്ലാ ചിലവുകളുമാണെന്ത്? എക്സ്പെൻസ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായി വരുന്ന ചിലവാണെന്ത്? കോസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടൈപ്സ് ഓഫ് എക്സ്പെൻസസ്. എല്ലാ എക്സ്പെൻസും ഇതിൽ വരും. മെറ്റീരിയൽ വരും, ലേബർ വരും, ഓവർ ഹെഡ് വരും. അപ്പോൾ എല്ലാ ടൈപ്സ് ഓഫ് എക്സ്പെൻസും കൂടിയതാണെന്ത്? കോസ്റ്റ്. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കോസ്റ്റ്. ഈ ഒരു ഭാഗത്തെ പല ടേമുകളും യൂണിവേഴ്സിറ്റി എക്സാമിന് 3 മാർക്കിനൊക്കെ വരാറുണ്ട്. അപ്പോൾ കുറച്ച് പ്രാധാന്യം നൽകി ഈ ഒരു ഏരിയ വായിക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫിക്സഡ് കോസ്റ്റ്. അതിൻ്റെ പേര് തന്നെ ഉണ്ട്, കോസ്റ്റ് എല്ലായ്പ്പോഴും ഫിക്സഡ് ആയിരിക്കും, അല്ലേ. പ്രൊഡക്ഷന് അനുസരിച്ച് എന്തിൽ മാറ്റം വരില്ല? കോസ്റ്റിൽ മാറ്റം വരില്ല. ഇപ്പം നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? അതൊരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ദീസ് ആർ കോസ്റ്റ് ഡു നോട്ട് ചേഞ്ച്. ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, ഡു നോട്ട് ചേഞ്ച് ഇറസ്പെക്റ്റീവ് ഓഫ് ഹൗ മച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും കോസ്റ്റ് എന്ത് ചെയ്യില്ല? ചേഞ്ച് വരില്ല, ഫിക്സഡ് ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ റെൻറ്റ്, അല്ലേ, റെൻറ്റ് നമുക്കറിയാം, റെൻറ്റിൽ എന്ത് ചെയ്യില്ല? മാറ്റമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ 5000 രൂപയാണ് റെൻറ്റെങ്കിൽ ആ 5000 രൂപ എന്ത് ചെയ്യേണ്ടി വരും? ആ ഫിക്സഡ് റെൻറ്റായിട്ട് ഓരോ മാസവും നൽകേണ്ടി വരും. അതുപോലെ തന്നെയാണ് എംപ്ലോയീസിൻ്റെ സാലറിയൊക്കെ ഫിക്സഡ് ആണ്. ഇൻഷുറൻസും ഒരു ഫിക്സഡ് കോസ്റ്റാണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ചേഞ്ച് ആണ്. കോസ്റ്റ്
ഡു നോട്ട് ചേഞ്ച് വിത്ത് ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോൺ ആസ് ഫിക്സഡ് കോസ്റ്റ്. സെക്കൻഡ് ആണ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ത് വേരിയബിൾ കോസ്റ്റ്. ദീസ് ആർ കോസ്റ്റ് ഫ്ലക്ച്വേറ്റ്സ് വിത്ത് പ്രൊഡക്ഷൻ ലെവൽ. അല്ലേ, പ്രൊഡക്ഷനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. അല്ലേ, നമ്മൾ യൂണിറ്റിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ യൂണിറ്റിൽ എന്തെങ്കിലും മാറ്റം വരുന്നതനുസരിച്ച് എന്തിനും മാറും, കോസ്റ്റും മാറും. ദ മോർ എ ബിസിനസ് പ്രൊഡ്യൂസസ് ദ ഹയർ ദീസ് കോസ്റ്റ് വിൽ ബി. അല്ലേ, നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റിലും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് റോ മെറ്റീരിയൽ, പാക്കിംഗ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ ലേബർ കോസ്റ്റൊക്കെ വേരിയബിൾ കോസ്റ്റാണ്. ദെൻ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, രണ്ട് പ്രധാന കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഇത് രണ്ടും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണെന്ത് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി സം ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അല്ലേ, ഒരു ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദി എക്സ്പെൻസ് ആണെന്ത്, എല്ലാ കോസ്റ്റുകളും അടങ്ങിയതാണെന്ത് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ മൂന്ന് കോസ്റ്റുകൾ നമ്മൾ ആദ്യം പറഞ്ഞത്, ഫിക്സഡ് കോസ്റ്റ് എല്ലായ്പ്പോഴും കോസ്റ്റ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റീസിനനുസരിച്ച് കോസ്റ്റിൽ എന്ത് വരും, മാറ്റം വരും. ടോട്ടൽ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണെന്ത് ടോട്ടൽ കോസ്റ്റ്. ഇനി നാലാമത്തെ ടൈപ്സാണ് ആവറേജ് കോസ്റ്റ്. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ്. ഒരു ആവറേജ് കോസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ദിസ് ഈസ് ദി ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിനെ എന്തെന്ന് അതിൻ്റെ ആവറേജ് കാണുകയാണ്. എങ്ങനെ കാണുക, നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ആയിട്ട് ആയിരിക്കാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആണെന്ത് ആവറേജ് കോസ്റ്റ്. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടേമാണ് മാർജിനൽ കോസ്റ്റ്. യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ റിപ്പീറ്റ് വരുന്ന ടോപ്പിക് കൂടിയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. നമ്മൾ എക്സാമ്പിൾ പഠിച്ചാൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 1000 രൂപയാണ് കോസ്റ്റ് വന്നത്. നമ്മൾ 100 യൂണിറ്റ് എന്നുള്ളത് 110 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ കോസ്റ്റ് വന്നത് 1500 രൂപയാണ്. അല്ലേ, നമ്മളിവിടെ 10 യൂണിറ്റ് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അഡീഷണൽ കോസ്റ്റ് എത്ര വന്നു, 500 രൂപ വന്നു. ഈ അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്താണ്, ദിസ് ഈസ് ദി കോസ്റ്റ് പ്രൊഡ്യൂസിങ് ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റാണെന്ത് മാർജിനൽ കോസ്റ്റ്. ഇറ്റ് ഹെൽപ്സ് ബിസിനസ് ഡിറ്റർമൈൻ ഒപ്റ്റിമൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അല്ലെ, ഒരു ബിസിനസ്സിന് ഒപ്റ്റിമൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ എന്ത് സഹായിക്കും, മാർജിനൽ കോസ്റ്റ് സഹായിക്കും. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം അഡീഷണൽ കോസ്റ്റ് ആണെങ്കിലും പഠിച്ചു വെക്കാം. നമ്മൾ അഡീഷണൽ ആയിട്ട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന അഡീഷണൽ കോസ്റ്റാണെന്ത് മാർജിനൽ കോസ്റ്റ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ടേമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ് വാട്ട് യു മീൻ ബൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഗൺ എന്നാണ്. ഈ ഒരു ടേം എല്ലാവരും പഠിച്ചേക്കുക. ഇതാണ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ദാറ്റ് ഈസ് ഫോർ ഗോൺ. ഈ ഒരു കാര്യം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒന്ന് സെലക്ട് ചെയ്തപ്പോൾ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അല്ലേ, അപ്പം നിങ്ങൾ BBA സെലക്ട് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു, അല്ലേ, BA എടുക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ BSc എടുക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. അത്തരം നഷ്ടപ്പെട്ട കോസ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതെന്തില്ല നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. മറ്റൊരു എക്സാമ്പിൾ പഠിച്ചാൽ നിങ്ങൾ +2 ചിലപ്പോൾ കൊമേഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൊമേഴ്സ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് സയൻസ് എടുക്കാനുള്ളൊരു അവസരം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അത്തരം നഷ്ടപ്പെട്ട കോസ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്.
കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ടേം കൃത്യമായിട്ട് പഠിച്ചേക്കാം. എന്താണ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ദാറ്റ് ഈസ് ഫോർഗോൺ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ദെൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കോസ്റ്റാണ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് കോസ്റ്റാണ്. അല്ലെ, നമ്മൾ ചിലവാക്കിയ കോസ്റ്റ്. ഇപ്പം നമ്മൾ ഇപ്പോൾ സാലറി കൊടുത്തു കഴിഞ്ഞാൽ അത്തരം കോസ്റ്റുകൾ എന്ന് പറയുന്നത് സങ്ക് കോസ്റ്റ് എന്നത്. ദീസ് ആർ കോസ്റ്റ് ദാറ്റ് ഹാവ് ആൾറെഡി ബീൻ ഇൻകേർഡ് കനോട്ട് ബി റിക്കവേർഡ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മിഠായി വാങ്ങി, ആ മിഠായിക്ക് ഇപ്പോൾ 10 രൂപയായി അല്ലെ, പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തിരിച്ചു കിട്ടില്ല, നമ്മൾ ചിലവാക്കി കഴിഞ്ഞു. അത്തരം പാസ്റ്റ് കോസ്റ്റ്. അപ്പോൾ സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം പഠിച്ചേക്കുക. പാസ്റ്റ് കോസ്റ്റാണെന്ത് സങ്ക് കോസ്റ്റ്. ആൾറെഡി ബീൻ ഇൻക്യൂർഡ്, ചിലവാക്കി കഴിഞ്ഞു, പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ടൈപ്സ് ഓഫ് കോസ്റ്റും കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ്. ജസ്റ്റ് പോയിന്റ് നോക്കി പോയാൽ മതി. ഇവിടെ വരുന്നത് പ്രൈസ് സ്ട്രാറ്റജി തീരുമാനിക്കാൻ സഹായിക്കും, ബജറ്റിംഗ് ആൻഡ് പ്ലാനിങ് സഹായിക്കും, പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് സഹായിക്കും, ഡിസിഷൻ മേക്കിംഗ്, കോസ്റ്റ് കൺട്രോൾ, ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂഷന്, ദെൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കോർപ്പറേറ്റ് അഡ്വാൻറ്റേജ് അല്ല, കോമ്പറ്റേറ്റീവ് ആണ് കേട്ടോ. അവിടെ സ്പെല്ലിങ് ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോവുക, സിഗ്നിഫിക്കൻസ് ഒക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ടോപ്പിക്കാണ് റവന്യൂ ആണ് അല്ലേ. റവന്യൂ നമ്മൾ ജസ്റ്റ് അതിൻ്റെ മീനിങ് ഒന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അല്ലേ വരുമാനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് മാത്രം കുറച്ച് പ്രാധാന്യം കൊടുക്കാം. അപ്പോൾ ഇവിടെ റവന്യൂവിൻ്റെ ടൈപ്സ് വരുന്നത് ഒന്നാണ് ഓപ്പറേറ്റിംഗ് റവന്യൂ. ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണത് ഓപ്പറേറ്റിംഗ് റവന്യൂ. നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആക്ടിവിറ്റീസിലൂടെ ഒരു ബിസിനസ് കിട്ടുന്നതാണത് നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂ. ദെൻ റിക്കറിംഗ് റവന്യൂ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ പ്രഡിക്റ്റബിൾ ആൻഡ് സ്റ്റേബിൾ ഇൻകം സ്ട്രീം ദാറ്റ് കംസ് റെഗുലർലി. നമുക്ക് റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന വരുമാനമാണത് റിക്കറിംഗ് റവന്യൂ. ദെൻ വൺ ടൈം റവന്യൂ അല്ലെ, ഒറ്റത്തവണ. ദിസ് ടൈപ്പ് ഓഫ് റവന്യൂ കം ഫ്രം നോൺ റെഗുലർ ട്രാൻസാക്ഷൻസ് അല്ല. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു വാഹനമുണ്ട്, ഞാൻ ആ വാഹനം വിറ്റു, അതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടി. പിന്നീട് എന്തില്ല, അത്തരം വാഹനം നമുക്ക് വിൽക്കാനുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒറ്റത്തവണ കിട്ടുന്ന ഇൻകാണെന്ത് റവന്യൂ ആണെന്ത് വൺ ടൈം റവന്യൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓപ്പറേറ്റിംഗ് റവന്യൂ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. നോൺ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അല്ല. റിക്കറിംഗ് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് കിട്ടുന്നതാണ്. വൺ ടൈം എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ കിട്ടുന്നതാണ്. ദെൻ ഗ്രോസ് റവന്യൂ, ദിസ് ഈസ് ദി ടോട്ടൽ ഇൻകം ഏൺഡ് ഫ്രം സെയിൽസ് ബിഫോർ എനി ഡിഡക്ഷൻ. നമുക്ക് എന്തെങ്കിലും കുറക്കുന്നതിന് മുമ്പ് മൊത്തം കിട്ടിയ സെയിൽസ് ആണെന്ത് ഗ്രോസ് റവന്യൂ എന്ന് പറഞ്ഞാൽ അല്ലേ. ഡിഡക്ഷന് കുറക്കുന്നതിന് മുമ്പ്, അതായത് ഡിസ്കൗണ്ടും റിട്ടേണും അലവൻസ് കുറക്കുന്നതിന് മുമ്പുള്ള മൊത്തം സെയിൽസാണ്. ഇപ്പോൾ 5 ലക്ഷത്തിന് നമ്മൾ സാധനം വിറ്റു, ആ 5 ലക്ഷമാണെന്ത് ഗ്രോസ് റവന്യൂ. ദെൻ നെറ്റ് റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂ റിമൈനിങ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് റിട്ടേൺസ്. നമുക്ക് എന്തെല്ലാം റിട്ടേൺസ് ഉണ്ടെങ്കിലൊക്കെ അത് കുറച്ചതിന് ശേഷമുള്ള റവന്യൂ ആണെന്ത് നെറ്റ് റവന്യൂ. ദെൻ ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂവിന് എന്ത് ചെയ്യുക, പെർ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. മാർജിൻ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർജിൻ കോസ്റ്റ് പഠിച്ച പോലെ തന്നെയാണ്, അഡീഷണൽ റവന്യൂ ആണ്. അഡീഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ റവന്യൂ ആണിത് മാർജിൻ റവന്യൂ. അപ്പോൾ റവന്യൂവിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണ്ട, എങ്കിലും ജസ്റ്റ് അതിൻ്റെ ടൈപ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യും. ഓക്കെ, താങ്ക് യു.